ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ വരുന്ന ജൂൺ 4-ാം തീയതി ചേരും. വൈകുന്നേരം 4:30-നാണ് യോഗം ചേരുന്നത്. പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീരിലെ 9 ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ആക്രമണം നടത്തി. തുടർന്ന് ഈ ഓപ്പറേഷന് കീഴിൽ പാകിസ്ഥാൻ നടത്തിയ എല്ലാ ആക്രമണങ്ങൾക്കും തിരിച്ചടി നൽകുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞവർക്ക് ആ ചുമപ്പ് നിറത്തിന്റെ ശക്തി എന്താണ് എന്ന് ഇന്ത്യ ശരിക്കും പാക് ഭീകരന്മാർക്ക് തെളിയിച്ചു കൊടുക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇന്ത്യയുടെ നാരീശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പാകിസ്ഥാനിലെ തീവ്രവാദികൾ സ്വന്തം നാശം വിതച്ചത്. ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലുതും വിജയകരവുമായ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും പഹൽഗാമിൽ തീവ്രവാദികൾ രക്തം ചൊരിയുക മാത്രമല്ല, അവർ നമ്മുടെ സംസ്കാരത്തെ ആക്രമിക്കുകയും ചെയ്തു. അവർ നമ്മുടെ സമൂഹത്തെ വിഭജിക്കാൻ ശ്രമിച്ചു. തീവ്രവാദികൾ ഇന്ത്യയുടെ നാരീശക്തിയെ വെല്ലുവിളിച്ചു. ഈ വെല്ലുവിളി തീവ്രവാദികൾക്കും അവരുടെ സ്പോൺസർമാർക്കും വളരെ നാശം വിതയ്ക്കുന്ന രീതിയിലായി അത് മാറിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതുപോലെ മഹിളാ ശക്തീകരൺ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതും. ഇന്ത്യ തങ്ങളുടെ സായുധ സേന ഭീകര കേന്ദ്രങ്ങൾ തകർത്തപ്പോൾ പാകിസ്ഥാനെ അത്ഭുതപ്പെടുത്തിയെന്നും പാകിസ്ഥാനിലേക്ക് 100 കണക്കിന് കിലോമീറ്ററുകൾ തുളച്ചുകയറിയാണ് ക്യാമ്പുകൾ നശിപ്പിക്കപ്പെട്ടത്. ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലുതും വിജയകരവുമായ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യ വീണ്ടും ആക്രമിക്കപ്പെട്ടാൽ ഭാവിയിൽ തീവ്രവാദികളും അവരുടെ സ്പോൺസർമാരും കനത്ത വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. ഭീകരതയിലൂടെയുള്ള നിഴൽ യുദ്ധം ഇനി അനുവദിക്കില്ല എന്നും ഓപ്പറേഷൻ സിന്ദൂർ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇനി അവരുടെ വീടുകൾക്കുള്ളിൽ പോലും ഞങ്ങൾ ആക്രമണം നടത്തും. തീവ്രവാദികളെ സഹായിക്കുന്ന ആർക്കും അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് പീരങ്കി വെടിവെപ്പിലൂടെ പാകിസ്ഥാൻ തിരിച്ചടിച്ചപ്പോൾ അസിസ്റ്റന്റ് കമാൻഡ് നേഹ ഭണ്ഡാരിയുടെ നേതൃത്വത്തിലുള്ള ഒരു വനിതാ BSF സംഘം 3 ദിവസത്തേക്ക് അഖ്നൂരിലെ തങ്ങളുടെ ഫോർവേഡ് പോസ്റ്റുകൾ എങ്ങനെ പ്രതിരോധിക്കുന്നുവെന്ന് എടുത്തു കാണിക്കുകയും ചെയ്തതായും അതിനവർക്ക് ആ ഒരു കിട്ടിയ അവസരം വളരെ ഫലപ്രദമായി തന്നെ ഉപയോഗിച്ചുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതേസമയം ഇന്ന് പ്രതിരോധത്തിൽ ഇന്ത്യയുടെ പെൺമക്കളുടെ ശക്തി ലോകം കാണുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കുകയും ഉചിതമായി മറുപടി നൽകുകയും ചെയ്തത് നമ്മുടെ BSF പെൺമക്കളായിരുന്നുവെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കി. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാം ഭീകര ആക്രമണവും ചർച്ച ചെയ്യാൻ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടക്കത്തിൽ ഇന്ത്യ തെറ്റുകൾ വരുത്തിയെന്ന് സിംഗപ്പൂരിൽ വെച്ച് ചീഫ് ജസ്റ്റിസ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ സമ്മതിച്ചെങ്കിൽ പോലും തെറ്റുകൾ തിരുത്തുകയായിരുന്നുവെന്നും വ്യക്തമാക്കിയതോടെ തന്നെ പ്രത്യേക സമ്മേളനം നടത്തണമെന്ന ആവശ്യം കൂടുതൽ ശക്തമാവുകയും ചെയ്തിരുന്നു. ആദ്യമായി ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് ഒരു നിശ്ചിത എണ്ണം ജെറ്റുകൾ നഷ്ടപ്പെട്ടുവെന്നാണ് അദ്ദേഹം സമ്മതിച്ചത്. ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 4 റാഫേൽ ഉൾപ്പെടെ 6 ഇന്ത്യൻ ജെറ്റുകൾ വെടിവെച്ചു എന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ അവകാശവാദം തികച്ചും തെറ്റാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പൂർണ്ണമായും അദ്ദേഹം തള്ളിക്കളഞ്ഞു. ജെറ്റ് ഇറങ്ങിയതല്ല, മറിച്ച് അവർ എന്തിനാണ് ഇറങ്ങിയതെന്നാണ് പ്രധാനം. അവർ എന്തിനാണ് ഇറങ്ങിയതെന്നും എന്ത് തെറ്റുകൾ സംഭവിച്ചു എന്നതും പ്രധാനമാണ്, എണ്ണമല്ല പ്രധാനമെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തത്. പാകിസ്ഥാനിൽ നിന്ന് ഒരു സൂചന സ്വീകരിച്ച് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു പ്രത്യേക സമ്മേളനം വിളിക്കണമെന്നാണിപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നതും. ജനറൽ ചൗഹാന്റെ സിംഗപ്പൂരിലെ കുറ്റസമ്മതത്തിന് മറുപടിയായി സർക്കാർ രാഷ്ട്രത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ആരോപണം ഉന്നയിച്ചതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.